തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക ജനപക്ഷത്തിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാശിയേറിയ പോരാട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏതാണ്ട് രണ്ടാഴ്ച കാലം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. എല്ലാവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ തിരക്കിലും പ്രചരണ പ്രവർത്തനത്തിന്റെ തിരക്കിലുമാണ്. നമ്മൾ ഇപ്പോൾ ഉള്ളത് കൊടുമ്പിടി കൊണ്ട രാഷ്ട്രീയത്തിന്റെ സ്ഥലമായ കണ്ണൂരാണ്. കണ്ണൂർ കോർപ്പറേഷൻ പുതിയതായി രൂപീകരിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലാണ് നമ്മുടെ ചർച്ച ഇന്ന് ആരംഭിക്കുന്നത്. നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാരായിമാരുടെ സ്ഥാനാർത്ഥിത്വം, കണ്ണൂരിലെ UDF-ൽ ഉണ്ടായിരിക്കുന്ന പടലപ്പിണക്കങ്ങൾ, AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം, BJP SNDP ബാന്ധവം തുടങ്ങി നിരവധി വിഷയങ്ങൾ നമുക്ക് മുന്നിൽ ചർച്ച ചെയ്യാൻ കിടക്കുന്നു. നമ്മുടെ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് CPIM നേതാവായ പ്രകാശൻ മാസ്റ്റർ, അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവായ സതീശൻ പച്ചേനി, അതുപോലെ തന്നെ BJP നേതാവായ K രഞ്ജിത്ത് എന്നിവരാണ്. ആദ്യം പ്രകാശൻ മാസ്റ്ററിലേക്ക്. പുതുതായി രൂപീകരിച്ച കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിലൊന്ന്, CPM-ന് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിലൊന്ന്. കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്? എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യണം? ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്ന പാർട്ടികളെയും സംബന്ധിച്ച് ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. രാജ്യം സ്വാതന്ത്ര്യാനന്തര കാലത്തെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഒരു ഭാഗത്ത് രാജ്യത്താകെ തന്നെ വർഗീയതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് കേന്ദ്ര ഭരണം തന്നെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ സംജാതമായിരിക്കുകയാണ്. മറുഭാഗത്താവട്ടെ ഏത് ശക്തികളുമായും സന്ധി ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും 4 സീറ്റുകൾ നേടുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ച് എല്ലാ മൂല്യങ്ങളോടും ഇടപറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. കേരളത്തിലെ 4.5 കൊല്ലക്കാലമുള്ള ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള ജനദ്രോഹകരമായ ആ നയങ്ങളുമായിട്ട് അവർ മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ രണ്ടു നിലപാടുകൾക്കും എതിരായി ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു മത്സരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഴ്ചവെക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വർഗീയതക്കും ജനവിരുദ്ധ ഭരണത്തിനും അഴിമതിക്കുമെതിരെയുള്ള നവീനമായ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന വികസന നയത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മത്സരത്തെ നോക്കിക്കാണുന്നത്. സതീശൻ പച്ചേനി, നിരവധി പ്രശ്നങ്ങൾ കണ്ണൂരുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞു. ഗതാഗത പ്രശ്നം, മാലിന്യ പ്രശ്നം, വാഗ്ദാനങ്ങൾ പാലിച്ചില്ല, 5 വർഷം മുസ്ലിം ലീഗും കോൺഗ്രസും മാറി മാറി ഭരിച്ചു, ജനങ്ങൾക്ക് ആവശ്യമായ നടപടികൾ ഒന്നും ചെയ്തു കൊടുത്തില്ല. അതിനപ്പുറമാണ് ഇപ്പോൾ കോൺഗ്രസിനുണ്ടായിരിക്കുന്ന, കണ്ണൂർ കോൺഗ്രസിനുണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി. കഴിഞ്ഞ ദിവസം വരെ UDF-ലായിരുന്നു പ്രതിസന്ധിയെങ്കിൽ ഇന്നത് കോൺഗ്രസിൽ തന്നെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ഏറ്റവും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇവിടെ ആദ്യത്തെ കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. വ്യക്തമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് UDF ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മാത്രവുമല്ല, വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ കോർപ്പറേഷൻ ഭരണം UDF-ന് ജനങ്ങൾ നൽകും എന്നുള്ള ഒരു നല്ല ആവേശത്തിലാണ് UDF-ന്റെ പ്രവർത്തകന്മാർ. ജാതിമത അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു അരാജകത്വത്തിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. രാജ്യം ഭരിക്കുന്ന മോഡി ഗവൺമെൻറ്റിൻ്റെ മോഡി ഗവൺമെൻറ്റിനെ പിന്താങ്ങുന്ന സംഘപരിവാറിൻ്റെ ഒരു അജണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ രാജ്യത്തിൻ്റെ പതിറ്റാണ്ടുകളായി ഊട്ടിയുറപ്പിക്കപ്പെട്ട മതേതര സംസ്കാരം കാത്തുസൂക്ഷിക്കേണ്ടത് ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ആവശ്യമാണ്. ഈ വടക്കൻ കേരളത്തിൽ എന്നും മാധ്യമങ്ങളാവട്ടെ പൊതുസമൂഹമാവട്ടെ എന്നും ഇത്തരം ചർച്ചകളിലും മറ്റ് ചർച്ചകളിലും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അക്രമ കൊലപാതക രാഷ്ട്രീയമാണ്. ആ അക്രമ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്നവരും ആക്ഷേപത്തിന് വിധേയമായിട്ടുള്ളവരും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ പോലും അവരാണ് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. സമാധാനപരമായ അന്തരീക്ഷമുണ്ടെങ്കിൽ മാത്രമേ വികസനം സാധ്യമാകൂ, നമ്മുടെ നാട്ടിൽ അഭിവൃദ്ധി ഉണ്ടാവൂ. ഇതിനെല്ലാം ഉതകുന്ന ഒരു നല്ല വോട്ടെടുപ്പ് തീർച്ചയായിട്ടും ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ നൽകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. ശ്രീ രഞ്ജിത്ത്, അക്രമ രാഷ്ട്രീയമാണ് UDF മുന്നോട്ട് വെക്കുന്നത്. CPIM-ഉം BJP-യും തമ്മിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ കേരളം ഒട്ടാകെ ചർച്ച ചെയ്തിട്ടുള്ള, നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. SNDP-യുമായി നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ബന്ധമാണ് ഒരു ഘട്ടത്തിൽ നിങ്ങളെ വലിയ ആത്മവിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് എത്തിച്ചത്. ഒരുപക്ഷെ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് BJP-യെ എത്തിച്ചിരിക്കുന്നു എന്ന വലിയൊരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ, വ്യക്തമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞിട്ടില്ല. BJP ആണെങ്കിൽ അത് അദ്ദേഹത്തെ പ്രതിരോധിക്കേണ്ട വലിയൊരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നു. എന്തുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ BJP-യെ ജനങ്ങൾ തിരഞ്ഞെടുക്കണം? വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇത്തവണ ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനൊരുപാട് ഘടകങ്ങളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ 45 വർഷക്കാലം നമ്മുടെ സംസ്ഥാനം മാറി മാറി ഭരിച്ചിരിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. ഇതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും
അതുപോലെ തന്നെ നഗരസഭകളും കോർപ്പറേഷനുകളും ഈ രണ്ട് മുന്നണികൾ മാറി മാറി ഭരിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ നാടിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മളെ കേരളത്തെയും കൂടി താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പുറകോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതിനെ ആ രീതിയിലേക്ക് എത്തിച്ചത് ഈ രണ്ട് മുന്നണികളാണ്. അതുകൊണ്ട് തന്നെ ഇവരെത്ര വായ തുറന്ന് വികസനത്തെക്കുറിച്ച് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങളിത് വിശ്വസിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ സാമുദായിക സംഘടനകളെ അവരുടെ കൂടെ നിർത്തിയത് ഈ പറയുന്ന ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി SNDP എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രബലനായ ഒരു സാമുദായിക സംഘടന, ആ സാമുദായിക സംഘടന കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ സമരങ്ങളിൽ പങ്കെടുക്കുന്നു, ഇടതുപക്ഷത്തിൻ്റെ കൊടി പിടിച്ച് മുന്നിൽ നിൽക്കുന്നു. ആ സാമുദായിക സംഘടന കഴിഞ്ഞ 45 വർഷക്കാലം അവരനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഇന്ന് ഇടതുപക്ഷത്തെ മാറ്റി നിർത്താൻ അവർ തയ്യാറാകുന്നു. അത് BJPയോട് കേരളത്തിലെ സാമുദായിക സംഘടന ഭാരതീയ ജനതാ പാർട്ടിയോട് ഒപ്പം നിൽക്കാനും അവരോട് സഹകരിക്കാനും തയ്യാറാകുന്ന സമയത്താണ് ആ സാമുദായിക സംഘടനയെക്കുറിച്ച് ഇവർ തള്ളി പറയുന്നത്. സ്വാഭാവികമായും കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഒരു കാര്യം, കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ കാരായി രാജൻ്റെയും അതുപോലെ തന്നെ കാരായി ചന്ദ്രശേഖരൻ്റെയും സ്ഥാനാർത്ഥിത്വത്തോടു കൂടി അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അവരോധിക്കുന്നതോടുകൂടി ഒരു കാര്യം വളരെ വ്യക്തമാണ്. കണ്ണൂർ ജില്ലയിലെ CPMൻ്റെ നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയ ഭീകരതയുടെ ഒരു മുഖമാണ് ജനങ്ങളുടെ മുമ്പിൽ അവർ അനാവരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അതിനേക്കാളും വലിയ ഒരു ഭീകരതയല്ലേ വർഗീയത എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ക്യാമ്പസുകളിൽ നിന്ന് തുടർന്ന് കൊണ്ടുവരുന്ന ആ വർഗീയത, ഇപ്പോൾ നിങ്ങളിപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ വർഗീയതയുടെ ഭീകരത വർദ്ധിക്കുകയല്ലേ ചെയ്യുക? കഴിഞ്ഞ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്താ? കഴിഞ്ഞ കാലങ്ങളിൽ സാമുദായിക സംഘടനകളെ അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചവരല്ലേ ഈ മുന്നണികൾ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മാത്രമാണ്, CPMന് SNDPയുടെ പിന്തുണ നേടാൻ പറ്റുവാണെങ്കിൽ എന്തുകൊണ്ട് BJPക്ക് നേടിക്കൂടാ? CPM ഈ രാജ്യത്തുള്ള പിന്നോക്ക ജാതി വിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ട് വലിയ സമരം നടത്തിയ പ്രസ്ഥാനമാണ്. ഇവിടെ തമിഴ്നാട്ടിലും അതുപോലെ ആന്ധ്രയിലും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലുമെല്ലാം ഈ അന്യായമായ കാര്യങ്ങൾ, ഇപ്പോൾ തീണ്ടലും അതുപോലെ തന്നെ പിന്നോക്ക ജാതിക്കാർക്ക് പ്രവേശനമില്ലായ്മയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ അത് ഈ കേരളത്തിനകത്ത് ഇല്ലാതാക്കപ്പെട്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ഇവിടെ BJP പ്രതിനിധാനം ചെയ്യുന്നത് ചാതുർവർണ്ണ വ്യവസ്ഥയാണ്. അവർ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകളുടെ അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് എന്നുള്ളത് അവരുടെ സിദ്ധാന്തങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയും. ചാതുർവർണ്ണത്തെ പൂർണ്ണമായിട്ട് അനുകൂലിക്കുന്ന RSS എവിടെ? പിന്നോക്ക ജാതിക്കാരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന SNDP എവിടെ? യഥാർത്ഥത്തിൽ ശ്രീനാരായണ ധർമ്മത്തെ പരിപൂർണമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് അവരെ മതവർഗീയതയുടെ കളിക്കളത്തിൽ കൊണ്ടുപോയി കെട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് വെള്ളാപ്പള്ളിയെ പോലെയുള്ള ചുരുക്കം ചില SNDP നേതാക്കന്മാർ ചെയ്യുന്നത്. ഇത് ശരിയായൊരു കാര്യമല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആ കാര്യം സംബന്ധിച്ച് പറയാനുള്ളത്. നമുക്ക് മുൻതൂക്കമുള്ള പ്രദേശങ്ങൾ നിയമവിരുദ്ധമായി ചേർക്കാൻ ആർക്കും പറ്റില്ല. ഒരാൾക്ക് ഇവിടെ അത് നിയമത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ്. അത് ഞാൻ പറയാത്ത കാര്യം നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ശരിയല്ല. കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കാരായ്മാരുടെ സ്ഥാനാർത്ഥിത്വമാണ്. കൊലപാതക കേസിൽ പ്രതികളാകപ്പെട്ട 2 പേരെ നിങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾക്ക് അവരോട് പറയാനുള്ളത്? എന്ത് ന്യായമാണ് അവരോട് പറയാനുള്ളത്? ഇവിടെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി CPMനെ ചിത്രീകരിക്കാനുള്ള തെറ്റായ വലിയ ശ്രമം നടക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 4.5 വർഷക്കാലം മാത്രം എടുത്താൽ 26 CPM പ്രവർത്തകന്മാർ ഈ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 16 പേർ കൊല്ലപ്പെട്ടത് RSSകാരുടെ കരങ്ങൾ കൊണ്ടാണ്. 5 പേര് കൊല്ലപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസിൻ്റെ കരങ്ങൾ കൊണ്ടാണ്. 5 പേര് കൊല്ലപ്പെട്ടിട്ടുള്ളത് ലീഗ് ഉൾപ്പെടെയുള്ള SDP ഉൾപ്പെടെയുള്ള ആളുകളുടെ കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇത്ര ഗുരുതരമായൊരു കാര്യം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഞങ്ങളെയാണോ കൊലപാതകം എന്ന് വിളിക്കുന്നത്? ഞങ്ങൾ ഇരകളാണ്. ഇവിടെ ചില ആളുകൾ കൊലക്കേസിനകത്ത് പ്രതികളായിട്ടുള്ള ആളുകൾ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P. ജയരാജൻ ഷുക്കൂർ കേസിനകത്ത് പ്രതികരിക്കപ്പെട്ടിട്ടില്ലേ? കോടതി പറഞ്ഞു അദ്ദേഹം ആ കേസിനകത്ത് പ്രതിയല്ല. കണ്ണൂരിൽ നിന്ന് ജയിച്ച MP ആയിട്ടുള്ള KK രാഗേഷ്, അദ്ദേഹം ഷുക്കൂർ കേസിനകത്ത് പ്രതിയാണ് എന്ന് പറഞ്ഞിട്ട് എത്ര വലിയ കോലാഹലമായിരുന്ന വാർത്തകളിൽ. കോടതിയിലെത്തിയപ്പോൾ കോടതി പറഞ്ഞു ആ കേസിനകത്ത് രാഗേഷ് പ്രതിയല്ല. ശ്രീ രഞ്ജിത്ത്, ഈ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയാണ് ഇവർ പറയുന്നത്. പക്ഷേ SNDPയുടെ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നിരവധി ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട അഴിമതി, നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതി, ഇപ്പോൾ ഏറ്റവും അവസാനം ശാശ്വതികാനന്ദയുടെ മരണം, ഈ വിഷയങ്ങളിലെല്ലാം വെള്ളാപ്പള്ളിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വഴി BJPക്ക് ലഭിക്കേണ്ട വോട്ട് കൂടി ഇല്ലാതായി പോവുകയല്ലേ?
SNDP-ക്ക് നേരെ ഉയർന്നു വന്ന ആരോപണത്തെക്കുറിച്ച് മറുപടി പറയേണ്ടത് BJP അല്ല, അത് SNDP ആണ് മറുപടി പറയേണ്ടത്. SNDP മാത്രമല്ല നിങ്ങളുടെ കക്ഷിയാണെന്നാണ് വെള്ളാപ്പള്ളി പറയട്ടെ, പറയുന്നത്. ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ടത് ഏത് അന്വേഷണം നടത്താൻ തയ്യാറാണെന്ന് SNDP തന്നെ CBI പറഞ്ഞിട്ടുണ്ട്. വേണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൈക്രോ ഫൈനാൻസിന്റെ കാര്യത്തെക്കുറിച്ചും അന്വേഷണം നടത്താൻ അവർ മറുപടി തയ്യാറാണെന്ന്. പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ചോദ്യം BJP-യുടെ വ്യക്തമായ SNDP ചോദ്യത്തിന് മറുപടി BJP-യുടെ ഘടകകക്ഷിയല്ല. ഇപ്പോൾ ബീഫ് ഫെസ്റ്റിവലും ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായി വരുന്നുണ്ട്. ഇപ്പോൾ BJP അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഹിന്ദുമതം അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവും പശുക്കളെ തിന്നരുത്. പക്ഷെ പശുവല്ല ബീഫ് എന്ന് പറയുമ്പോൾ കാളയും പോത്തിനെയും ഒക്കെയാണ് കൊല്ലുന്നതും ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒരു ജനത മുഴുവനും നിങ്ങൾ വിശ്വസിക്കുന്ന അതേ രീതിയിൽ തന്നെ വരണം. അത് അങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ടോ? അതൊരു ജനാധിപത്യത്തിന് നിരക്കുന്നതാണ്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ കേരളത്തിൽ ബീഫിന് നിരോധിച്ചിട്ടില്ല. ഞങ്ങൾ ഗോവധം നിരോധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് BJP പറഞ്ഞല്ല. 23 സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാ. മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഗോവധം നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനാ ശില്പി അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഗോവധം നിരോധിക്കണമെന്ന്. അവരാരും വർഗീയവാദികളല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് BJP ഇപ്പം മഹാരാഷ്ട്രയിലാണ് ഗോവധം നിരോധിച്ചിരിക്കുന്നത്. പശുവിനെ കൊല്ലരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് അത് കേരളത്തിൽ മുസ്ലിം ജനങ്ങളിടയിൽ വലിയ രീതിയിലുള്ള വർഗീയ ചിന്ത ഉണർത്തി കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത്. BJP പറയുമ്പോൾ അത് വർഗീയം, കോൺഗ്രസ് പറയുമ്പോൾ വർഗീയമല്ല, CPM പറയുമ്പോൾ വർഗീയമല്ല. അത് ശരിയല്ല. ഞങ്ങൾ പറയുന്നത് ആരെന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. ആരോടും ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ പശുപറിച്ച് നിങ്ങളോട് ബീഫ് കഴിക്കേണ്ടത് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കോളേജിൽ സംഭവിച്ചത് എന്താണ്? അവിടുത്തെ ABP-കാർക്ക് ഇത്ര അസഹിഷ്ണുത എന്തിന്? ഞാൻ ചോദിക്കട്ടെ, അത് ഈ ഗോവധത്തെ കുറിച്ച് അല്ലെങ്കിൽ ബീഫ് ഫെസ്റ്റിവലിൽ രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഗോവധം നിരോധിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഗോമാതാവെന്ന് വിളിക്കുന്നവര് അതിന്റെ ഗോമാംസം വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതിന്റെ ഡയറക്ടർ ബോർഡിൽ BJP MLA ഉണ്ട്. അതിനെപ്പറ്റി എന്താ? നിയമവിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ സഹകരിച്ചിട്ടില്ല. നിങ്ങളുടെ ഏറ്റവും ഞാൻ പറയട്ടെ, അത് നിയമവിരുദ്ധമായുള്ള കച്ചവടമാണെങ്കിൽ ബിസിനസ് ആണെങ്കിൽ അത് നിരോധിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ജാതി രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും ഒക്കെ അവിടെ നിൽക്കട്ടെ. വികസനത്തിന്റെ പേരിലാണെങ്കിൽ കഴിഞ്ഞ ഒരു കാലയളവ് മൊത്തം നമ്മുടെ നഗരസഭ ഭരിച്ചു. അതോടൊപ്പം ഈ കോർപ്പറേഷൻ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലാണ് വെട്ടിമുറിച്ചതെന്ന് ആരോപണമുണ്ട്. അതിന് നിങ്ങൾ മറുപടി പറയണം. ഇനി നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടുകയാണെങ്കിൽ എന്ത് വികസനമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? കാരണം ഇതുവരെ നിങ്ങൾ എന്താണ് കൊണ്ടുവന്നത്, ഇനി എന്താ ചെയ്യാൻ പറ്റുക? സതീശൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് കൂടെ ചേർക്കാനുണ്ട്. കാരണം മുസ്ലിം ലീഗിനും കോൺഗ്രസിന് അനുകൂലമായി കോർപ്പറേഷൻ രൂപീകരിച്ചെന്ന ആരോപണം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. ഈ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന അഴീക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ ഉൾപ്പെടുത്താതെയാണ് നിങ്ങൾ നേരത്തെ ഉള്ള മുനിസിപ്പാലിറ്റിയും കൂടാതെ 5 പഞ്ചായത്തും ചേർത്ത് ഈ കോർപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഈ അടുത്ത് കിടക്കുന്ന അഴീക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്താതിരുന്നത് നിങ്ങളെ രാഷ്ട്രീയത്തിൽ ലാഭത്തിന് വേണ്ടി തന്നെ അല്ലേ? അത്തരം ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല. ഇവിടെ കോർപ്പറേഷൻ്റെ ഭരണ സംവിധാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന അവസാന തീയതി 3 മണിക്ക്. അപ്പോൾ കോർപ്പറേഷൻ എങ്ങനെ ഉണ്ടാക്കി എന്ന കാര്യത്തിലൊന്നും പ്രസക്തിയില്ല. സ്വാഭാവികമായിട്ടും ഓരോ ഗവൺമെൻറ്, ഓരോ മുന്നണി ഭരണ സംവിധാനത്തിലിരിക്കുമ്പോൾ ഈ ഭരണ സംവിധാനം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും അവർക്ക് രാഷ്ട്രീയമായി മുൻതൂക്കമുള്ള പ്രദേശങ്ങളൊക്കെ ചേർക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന മോനെ നോംസ് പ്രകാരം തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിന് നിയമത്തിന്റെ വ്യവസ്ഥാപിതമായ മാർഗത്തിലേ ചെയ്യാൻ പറ്റൂ. നമുക്ക് മുൻതൂക്കമുള്ള പ്രദേശങ്ങൾ നിയമവിരുദ്ധമായി ചേർക്കാൻ ആർക്കും പറ്റില്ല. ഒരാൾക്ക് അത് നിയമത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ്. അത് ഞാൻ പറയാത്ത കാര്യം നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ശരിയല്ല. ശേഷൻ ഇപ്പം പറഞ്ഞു കോൺഗ്രസിന്റെ മുദ്രാവാക്യം ദാരിദ്ര്യ വിമുക്ത കേരള, അതേ വികസന കേരളം എന്നാണ്. എന്നാൽ ഞാനൊന്ന് ചോദിക്കും, ഓണക്കാലത്ത് ഓണച്ചന്തയോ ഒന്നുമില്ല, എങ്ങനെയാണ് സാധാരണക്കാരുടെ ദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് പറയുന്നത്? അതുപോലെ ക്ഷേമ പെൻഷനുകൾ കിട്ടാനില്ല. എന്റെ നാട്ടിലൊക്കെ കഴിഞ്ഞ വരെ ഓണച്ചന്ത ഇന്ന് എന്റെ വീടിന്റെ അടുത്ത് ഇക്കൊല്ലം ഇല്ല, ഒന്നും ഉണ്ടായില്ല. സാറിന് അംഗമായിട്ടുള്ള കൺസ്യൂമർ ഫെഡിലെ അഴിമതി അടക്കുകയാണ്. എവിടെയാണ് സതീശൻ മഞ്ചേരി? കേരളത്തിൽ ഏറ്റവും കൂടുതൽ താങ്കൾ തന്നെ ഈ അഴിമതിക്കെതിരെ വലിയ ശബ്ദം വരുന്നു. കൺസ്യൂമർ ഫെഡിലെ അഴിമതി, കൺസ്യൂമർ ഫെഡ് പലയിടങ്ങളിലും ചന്ത നടത്തുന്നില്ല എന്നുള്ള വാസ്തവമാണ്. അത് നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നത് ശരിയല്ല. ശരി, പറയാം. ഇവിടെ ഇപ്പോൾ പ്രകാശം മാസ്റ്റർ ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഉമ്മൻചാണ്ടിയും കേരളത്തിലെ UDF സർക്കാരും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടിയോ മന്ത്രിമാരോ ഏത് അഴിമതിയാണ് നടത്തിയതെന്ന് ഏതാണ്ട് 4-4.25 വർഷം കഴിഞ്ഞപ്പോൾ ഇന്നുവരെ എവിടെയും തെളിയിക്കാനോ സ്ഥാപിക്കപ്പെടാനോ സാധിച്ചിട്ടില്ല. ആരോപണം മാത്രമാണ്. ഞാൻ ഭരണസമിതി അംഗമായിട്ടുള്ള കൺസ്യൂമർ ഫെഡ്
അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ 2007 ഇടതുപക്ഷ ഭരണകാലത്ത് റജി നായർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അതിൻ്റെ MD ആയി ചുമതല ഏറ്റെടുത്തത് മുതൽ ആ സ്ഥാപനത്തെ തകർച്ചയിലേക്ക് നയിക്കുകയും അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ലൂപ്പ് ഹോൾ ആ സ്ഥാപനത്തിൻ്റെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം 50 വർഷം മുമ്പ് തയ്യാറാക്കിയ ഒരു ബൈലോയുടെ അടിസ്ഥാനത്തിലാണ് കേവലം 3 ഷോപ്പുകൾ മാത്രം തുടങ്ങുമ്പോഴുണ്ടായിരുന്ന കൺസ്യൂമർ ഫെഡ് കേരളത്തിൽ 1200 യൂണിറ്റുകളായി മാറിയപ്പോഴും ഈ ബൈലോ അമെൻമെൻറ്റ് ചെയ്തിട്ടില്ല. ഇടതുപക്ഷ ഭരണകാലത്ത് ചെയ്തിട്ടില്ല, UDFൻ്റെ ഭരണകാലത്ത് ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ 1 വർഷത്തിനകം അതിനകത്ത് ഭരണസമിതിയായ അംഗമായി വന്നത് മുതൽ ഞങ്ങൾ ആ സ്ഥാപനം തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ 2007 മുതൽ ഇടതുപക്ഷ ഭരണ സംവിധാനവും ഇടതുപക്ഷ കൺസ്യൂമർ ഫെഡ് ഭരിക്കുന്നത് മുതൽ തുടങ്ങിയിട്ടുള്ള തകർച്ച UDF ഭരണസമിതി വന്നപ്പോഴും തുടർന്നു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ശക്തമായ നിലപാട് ഞാൻ അടക്കമുള്ള നിരവധി അംഗങ്ങൾ എടുക്കുകയും ഈ അഴിമതി അവസാനിപ്പിക്കാൻ, ദൂർത്ത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തതിൻ്റെ ഫലമായിട്ട് 1 വർഷമായി അതിനകത്ത് ഒരു അഴിമതിയും നടത്താൻ ഞങ്ങൾ വിട്ടിട്ടില്ല. പക്ഷേ 2013 ആ കാലഘട്ടത്തിൽ ഉയർന്ന പരാതിയെ തുടർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഓപ്പറേഷൻ അന്നപൂർണയുടെ പേരിൽ അവിടെ അന്വേഷണം നടത്തി. കുറ്റക്കാരായിട്ടുള്ള ജീവനക്കാരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. CITUവിൻ്റെ കൺസ്യൂമർ ഫെഡിലെ ജീവനക്കാരുടെ സംസ്ഥാന സെക്രട്ടറി ജയകുമാർ എന്ന ചീഫ് മാനേജർ അടക്കമുള്ള നിരവധി ആളുകൾ സസ്പെൻഷനിൽ ഇന്നും കഴിയുന്നു. അതുകൊണ്ട് തീർന്നിട്ടില്ല. ഞങ്ങൾ അതിനകത്ത് ഒരു INUC-കാരനുണ്ട്, 7 CITU-കാരുണ്ട്. ഇവരെ എല്ലാം ആ ഭരണസമിതിയിൽ നിന്നും ജീവനക്കാരൻ മാറ്റണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടു. പക്ഷേ ഞാൻ ആവശ്യപ്പെടുമ്പോഴും ഞാൻ എൻ്റെ നേതൃത്വത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോഴും എന്നെ തടയാൻ വന്നത് CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാരും ഏതാനും INUC-കാരുമാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അഴിമതി നടത്തുന്ന കാര്യത്തിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. വീഴ്ച പറ്റിയിരിക്കുന്നത് കോൺഗ്രസിനാണ്. പഞ്ചായത്തിന് പിടിച്ചെടുക്കാൻ കഴിയില്ലല്ലോ, പഞ്ചായത്തിന്റെ കയ്യിലാണ് ഉള്ളത്. ഇന്ന് പഞ്ചായത്തും സാമുദായിക സംഘടനയുമായി കേസ് നടന്നുകൊണ്ടിരിക്കുക. ആ ശ്മശാനം ഇത് പഞ്ചായത്ത് പിടിച്ചെടുക്കിയിരിക്കുക. ഞങ്ങളുടെ അടിസ്ഥാന പ്രശ്നം വിലക്കയറ്റമാണ്. നമ്മൾ ഈ ഇന്ത്യൻ രാജ്യത്ത് 34% ആൾക്കാർ ദാരിദ്ര്യരേഖ താഴെയാണ്. നമ്മുടെ ഇന്ത്യയിൽ 150 രൂപ ക്രൂഡ് ഓയിലിന് ഒരു ബാരലിന് വില ഉണ്ടായ സമയത്ത് 66 രൂപയാണ് പെട്രോളിന് വില. ഇന്ന് ക്രൂഡ് ഓയിലിന് വില വെറും $40. എന്നിട്ടും അന്ന് 50 രൂപയാണ് പെട്രോൾ വില, ഇന്ന് 66 രൂപയാണ് പെട്രോളിന് വില. എന്തുകൊണ്ട് ഈ പെട്രോളിന് വില കുറച്ച് നമ്മുടെ ഡീസലിന് വില കുറച്ച് നമ്മുടെ വിലക്കയറ്റം തടയുന്നില്ല? BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 12 തവണ ഡീസലിന്റെയും പെട്രോളിന്റെയും വില കുറച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിലിന്റെ വില കുറക്കുന്ന സമയത്ത് സ്വാഭാവികമായും വില കുറച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടതല്ലേ. 12 തവണയോളം BJP ഗവൺമെന്റ് ഡീസലിന്റെയും പെട്രോളിന്റെയും വില കുറച്ചിട്ടുണ്ട്. നമ്മുടെ സതീശൻ പാച്ചനയുടെ നാടായ പരിയാരം പഞ്ചായത്തിൽ തന്നെ നമ്മൾ അഴിമതിയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. നമ്മുടെ പരിയാരം പോലീസുകാരനെ ആക്രമിക്കുന്ന തരത്തിൽ തന്നെ വരെ മണൽ മാഫിയ അവിടെ വളർത്തുകയും ഒരുപാട് മണൽ ഇന്നും രാത്രി നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അവിടെ വലിയ വിലയ്ക്ക് കുഴി ഇറക്കുന്ന അവിടെ നിന്ന് ഈ തിരുവട്ടൂരിൽ നിന്നെല്ലാം വന്ന് മണലിറക്കുന്ന ടീമുകൾ ഇപ്പോഴും ഉണ്ട്. എന്തുകൊണ്ട് സ്വന്തം നാളെ അവിടെ നിന്ന് വരെ അഴിമതി ഇല്ലാതാക്കാൻ കഴിയുന്നില്ല? അഴിമതിക്കെതിരെ നേരത്തെ സ്വന്തം നാട്ടിൽ ഈ മണൽ ഇടപാടുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനും അവരെയെല്ലാം തീർച്ചയായിട്ടും നടപടിയെടുക്കാനും സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ അത്തരം പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ജില്ലയിൽ മണലിടപാടിൻ്റെ പേരിൽ പ്രതികൂട്ടിൽ നിൽക്കുന്നത് CPM-ന്റെ മലപ്പട്ടം ലോക്കലിലെ നിരവധി നേതാക്കന്മാരാണ്, തളിപ്പറമ്പിലെ നഗരസഭയാണ് എന്ന് പത്രത്തിൽ താങ്കൾ വായിച്ചിട്ടുണ്ടാവും. കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന മണൽ മാഫിയ അഴീക്കൽ കേന്ദ്രമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കുന്ന സമ്പത്തിനെ സംബന്ധിച്ച് സതീശനൊന്ന് അന്വേഷിക്കണം. നിങ്ങളുടെ DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് സ്വന്തമായി സൊസൈറ്റിയും അനധികൃത മണൽവാരലുമുള്ളത് തെളിയിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. ഈ കാര്യത്തിൽ ഇവർ രണ്ടുപേർക്കും ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ മലപ്പട്ടത്തെ പാർട്ടി നേതാക്കന്മാരുടെ പേരിൽ നടപടി സ്വീകരിച്ചിരിക്കുക. തളിപ്പറമ്പ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി എടുത്തിരിക്കുന്ന അവിടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പേരിലാണ് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഴിമതിയുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. കേരളത്തിലെ ഖജനാവ് എങ്ങനെയാണ് കൊള്ളയടിക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നണികളാണ് ഇവര്. ഒരു റോഡ് എപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞിട്ട് തന്നെയാണ്. അത് നന്നാക്കിയാൽ അടുത്തൊരു മഴയ്ക്ക് അല്ലെങ്കിൽ ആഴ്ചക്കുള്ളിൽ തന്നെ റോഡും മോശമാവുന്നു. പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു ബാത്റൂം സൗകര്യം പോലും, ഒരു പൊതു ബാത്റൂം സൗകര്യം പോലും ഇവിടെ എവിടെയും കാണാനില്ല. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്രയോ ആൾക്കാർ ദിവസം വന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അവിടുത്തെ സ്റ്റെയറിൽ എത്രയോ ഞെങ്ങി ഒരു ട്രെയിൻ വന്ന് നിന്നാൽ പോലും അവിടുന്ന് ആൾക്കാർക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സൗകര്യം ഇന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിക്കിലി പോപ്പുലേഷൻ ഉള്ള ഒരു സ്റ്റേറ്റാണ്. മോളിവിടെ സൂചിപ്പിച്ചതുപോലെ
നമ്മുടെ ആവശ്യം നിറവേറ്റാൻ പര്യാപ്തമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും പല മേഖലയിലും വന്നിട്ടില്ല. അതിനെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അജണ്ടയിലുള്ളത്. ഒരുപാട് പോരായ്മകൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനായാലും പൊതുമണ്ഡലത്തിലായാലും ഒരുപാട് പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം ജനങ്ങളുടെ ജീവിതാവശ്യങ്ങളും അവരുടെ ദാരിദ്ര്യവും അകറ്റാൻ ഒരുപാട് നടപടികൾ. ഇപ്പോൾ നിങ്ങൾ പറയുന്നു രാഷ്ട്രീയക്കാർ എന്ത് ചെയ്യുന്നു? 1 രൂപക്ക് അരി കൊടുത്ത ഒരു സംസ്ഥാനമാണ്. ദാരിദ്ര്യം അകറ്റാനല്ലേ? കോർപ്പറേഷൻ വികസനമാണല്ലോ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. കോർപ്പറേഷന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി ആയ ചുമതലയാണ് മാലിന്യ നിർമ്മാർജ്ജനം, അതുപോലെ റോഡ് വികസനം, അതുപോലെ ശുദ്ധജല വിതരണം. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ 30 കൊല്ലക്കാലമായിട്ട് തൊട്ടു നോക്കിയ ഭരണമാണോ സതീഷ് അംബാച്ചയുടെ ഭരണം? നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വെട്ടിച്ചില്ലേ? നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് അതിന് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? ഞങ്ങൾ എവിടെയാ വെട്ടിച്ചത്? ഈ മുനിസിപ്പാലിറ്റി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വെട്ടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ ആളുകൾ തന്ന കണക്കാണ് എന്റെ കയ്യിലുള്ളത്. സമയമുണ്ടോ മാഷെ? ഞാൻ വിശദീകരിക്കാം. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വെട്ടിച്ചിട്ടുണ്ട് പാർട്ടി ഫണ്ടിന് വേണ്ടിയിട്ട്. ചോദിക്കുമ്പോ പയരഞ്ഞായി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇവിടെ ശുദ്ധജലം കൊടുക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. കേരളത്തിൽ സ്വന്തമായിട്ട് ശുദ്ധജല പദ്ധതി ഇല്ലാത്ത ഒറ്റ മുനിസിപ്പാലിറ്റിയേ ഉള്ളൂ, ആ കണ്ണൂർ മുനിസിപ്പാലിറ്റിയാണ്. കേരള ചരിത്രത്തിൽ ഇന്നേ വരെ സംഭവിക്കാത്ത, അതായത് സ്കൂൾ തുറന്നിട്ടും 4-5 മാസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ടെക്സ്റ്റ് പുസ്തകം വിതരണം ചെയ്യുന്നത്. ഇങ്ങനൊരു അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പോഴത്തെ പൗരന്മാരാണ് നാളത്തെ വോട്ടർമാരാവുന്നത്. നമ്മൾ നിങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വോട്ട് തരുന്നത്? വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഗുരുതര പാഠപുസ്തക വിതരണത്തിലെ അപാകതകളെ കുറിച്ച് എത്രയോ വട്ടം കേരളത്തിലെ സമൂഹം ചർച്ച ചെയ്താണ്. ആ അപാകതകൾ തന്നെയാണ്. ഞാനിപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. അതിലുണ്ടായിട്ട് കുട്ടികൾക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ തീർച്ചയായിട്ടും ദുഃഖമുണ്ട്, പ്രതിഷേധാർഹമാണ്. ആ കാര്യത്തിലൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനവും അതുപോലെ തന്നെ ഗവൺമെന്റും എല്ലാം ശക്തമായ നിലപാടുകൾ അറിയിച്ച കാര്യമാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും പറയുന്നതാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ കേന്ദ്ര ഗവൺമെന്റ് പട്ടികജാതി പട്ടികവർഗത്തിന്റെ സംവരണം എടുത്തു കളയുന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. അങ്ങനെ ഗവൺമെന്റ് പട്ടികജാതി പട്ടിക സംവരണം എടുത്തു കളയുന്ന എവിടെയും തീരുമാനിച്ചിട്ടില്ല. എവിടെ ഏത് പത്രങ്ങളിൽ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്ന പട്ടികജാതി പട്ടിക നിലവിലുള്ള സംവരണത്തെ കുറിച്ച് പഠിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എടുത്തു കളയുന്ന എവിടെയും പറഞ്ഞില്ല. അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചിരിക്കുക. ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാർ അത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? ഈ കേരളത്തിൽ വരുന്ന ചില പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ബിജെപിയുടെ നിലപാടുണ്ട്. മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് സംവരണം വേണോ? അതിനെക്കുറിച്ച് പഠിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കഴിഞ്ഞ കാലങ്ങളിൽ പട്ടികജാതി പിന്നോക്ക ജനങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ തട്ടിയെടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. വർഷങ്ങളായി പണ്ടത്തെ കാലഘട്ടത്തിൽ തന്നെ ഇന്നും വിറക് കത്തിച്ചിട്ട് അത് പകുതി ബന്ധും പകുതി വേവാണ്ടും ഇങ്ങനെയുള്ള ആ ഒരു പയ്യാമ്പല ശ്മശാനം നവീകരിക്കുകയോ അല്ലെങ്കിൽ അതിന് ഈ കതിരൂർ പഞ്ചായത്തിൽ ഇപ്പം ഗ്യാസ് ശ്മശാനം അല്ല, ഈ പയ്യാമ്പലുമായി ബന്ധപ്പെട്ട ഉയർന്നിട്ടുള്ള കണ്ണൂർ ജില്ലയുടെ ആകെ ഒരു വിഷയമായി തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേൾക്കുന്നതാണ്. അത് നവീകരിക്കാനോ അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താനോ മുനിസിപ്പാലിറ്റിയോ മറ്റോ തയ്യാറായിട്ടില്ല എന്നുള്ള വസ്തുതയല്ലേ? അതിന് ഇടക്കാലത്ത് ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് നവീകരിക്കാനുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളും ആ സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പയ്യാമ്പല ശ്മശാനം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒരു സാമുദായിക സംഘടന നടത്തിയിരിക്കുന്നത്. അതൊന്നും സതീഷ് അംബാച്ചനിക്ക് അവകാശപ്പെടാനില്ല. പള്ളിക്കുന്ന് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശ്മശാനം, പള്ളിക്കുന്ന് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ശ്മശാനമല്ല. അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലുമില്ല. മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും തമ്മിൽ അവകാശ തർക്കമില്ല. പഞ്ചായത്തും ഒരു സാമുദായിക സംഘടനയുമായി അവകാശ തർക്കമുണ്ട്. ഒരു സാമുദായിക സംഘടനയുടെ പേരിലാണ് പയ്യാമ്പല ശ്മശാനമാണെങ്കിലും കണ്ണൂർ ജില്ലയിലെ ഈ എടക്കാട് മുതൽ വരുന്ന എല്ലാ പ്രദേശത്തുള്ള നമ്മുടെ ഹൈന്ദവ സമുദായത്തിലെ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളുടെയും ഭൗതിക ശരീരം അവിടെ സംസ്കരിക്കുന്നു. അവിടെ ഇപ്പം ചെയ്തിരിക്കുന്നത് പയ്യാമ്പല ശ്മശാനം പള്ളിക്കുന്ന് പഞ്ചായത്ത് കമ്മിറ്റി അത് ഏറ്റെടുക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ട് പകുതി വെന്തുകൊണ്ടിരിക്കുന്ന ശവശരീരങ്ങളുടെ ചിത്രമാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഴ്ച പറ്റിയിരിക്കുന്നത് കോൺഗ്രസിനാണ്. പഞ്ചായത്തിന്റെ കയ്യിലാണ് ഉള്ളത്. ഇന്ന് പഞ്ചായത്തും സാമുദായിക സംഘടനയുമായി കേസ് നടന്നുകൊണ്ടിരിക്കുക. ആ ശ്മശാനം ഇന്ന് പഞ്ചായത്ത് പിടിച്ചടക്കിയിരിക്കുക. ഭൂമി ആർക്കും പിടിച്ചെടുക്കാൻ കഴിയില്ല. ഇതുപോലെ തലശ്ശേരിയിൽ പ്ലാസ്റ്റിക് നിരോധിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നു. പക്ഷേ അല്ല, ആര് ഭരിച്ചാലും ഉണ്ടോ? മറുപടി ഉണ്ടോ? തലശ്ശേരിയാണ് ഇന്ന് കേരളത്തിലെ
ഏറ്റവും നല്ല മാലിന്യം സംസ്കരിക്കപ്പെട്ട ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റി. തലശ്ശേരിയിലെ പെട്ടിപ്പാലം എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പോഴും അങ്ങനെ നടക്കുന്നത്? എന്തുകൊണ്ടാണ്? പെട്ടിപ്പാലം ഉൾപ്പെടെയുള്ള തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഈ പ്രശ്നം ഉയർന്നു വന്നതിന് ശേഷം അവിടെ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പിന്നെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ സംസ്കരിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കി സമരക്കാരെ തല്ലി ഓടിക്കുക ചെയ്തു. ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച മാലിന്യ സംസ്കരണമുള്ള മുനിസിപ്പാലിറ്റി ആയിട്ട് ഇപ്പൊ നിൽക്കുന്ന തലശ്ശേരി മുനിസിപ്പാലിറ്റിയാണ്. അതെ, നമുക്ക് ഇന്നത്തെ ജനപക്ഷം ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കോർപ്പറേഷനിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.